മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾക്ക് ട്രിപ്പ് പോവാണ്. എവിടേക്കാ പോണ്? നമ്മൾ എറണാകുളം വരെ പോവാണ്. അയ്യോ സ്ഥലം കിട്ടില്ല, വേഗം വരും. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി, ബസ്സിൽ കയറി നമ്മളങ്ങനെ ബസ്സിന് പേര് ഞങ്ങൾ നോക്കിയില്ല, സീറ്റ് കിട്ടേണ്ട തിരക്കില്. അപ്പോൾ എന്താ പറയാൻ വേണ്ടി വന്നത്, ട്രിപ്പ് പോകണം. എവിടേക്കാ ട്രിപ്പ് പോണെന്ന് പറഞ്ഞില്ല. എറണാകുളം പോവാണ്. നിങ്ങൾ ശരിക്കും നിങ്ങൾ ഇതുവരെയായിട്ട് എറണാകുളം കണ്ടിട്ടില്ലോ? കണ്ടൂടെ? എറണാകുളത്തില് ഏതൊക്കെ ഒരു 3 സ്ഥലത്തേക്കാണ് പോണത്. പാനിപ്പൂരി എന്നൊക്കെയാണ്. അതെ, അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഗായ്സ്, ഒരു യൂസർ വന്നിരിക്കുന്നു. കുറച്ച് നേരത്തെ ഡാൻസ് കളി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങി. ഒരു പമ്പിൽ നിർത്തിയേക്കാണ്. നമുക്ക് ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ചായ കുടിയും. അപ്പോൾ ചോദിക്കേണ്ട ചായ വേണമെന്ന്. നമുക്ക് ക്യൂ നിന്നിട്ട് ചായ കുടിക്കാം. വേണ്ടി ചപ്പു, പ്ലേറ്റ്, ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ചായയുടെ കടിയൊക്കെ എടുത്തിട്ട് വാ. അത് വേണ്ട. എങ്ങനെയുണ്ട് ഷെറിനകത്ത് ചായ എങ്ങനെയുണ്ട്? ആ സൂപ്പറിൽ എന്തോ ഉണ്ടല്ലോ. എനിക്ക് ചായ വേണം. ചൂടുവെള്ളം കുടിക്കാലോ. അപ്പൊ അത്രയും ചായ മോശമാണ് ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇങ്ങനെ ഫോക്കസ് ആയിട്ടില്ല കേട്ടോ. സാരല്ല, ബാക്കത്തെ ചേച്ചി. സെറ്റ്. ചായയുണ്ട്, വെള്ളപ്പമുണ്ട്, ചപ്പാത്തി ഉണ്ട്, മുട്ടയുണ്ട്. ഒന്നുകൂടി പറഞ്ഞേ.
അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം. അവിടെ കുറെ കുരങ്ങന്മാരുണ്ട് guys. ഉണ്ട് ഗൈസ്, കുരങ്ങന്മാരുണ്ട്. ബാക്കിലൊക്കെ കുറെ കുരങ്ങന്മാരുണ്ട് കൊരങ്ങനെ അവിടെ കാറ് തിന്നുന്നു. ഈശ്വര, നമ്മുടെ ബസിന്റെ വിൻഡോ ഒക്കെ അടച്ചിട്ടില്ലേ? എടുത്തോണ്ട് പോരൊന്ന്. കണ്ട, ഇതിന്റെ ആൾക്കാരാണേ. എടുത്തോണ്ട് പോവാ. എന്റെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ ഇതാണ്. ഇത് ട്രെൻസിന്നാണ്. ഇത് ഏതോ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നാണ്. വെറും 150 രൂപ. പിച്ചച്ചട്ടിയാണ് ഗൈസ്, പിച്ചച്ചട്ടിയാണ് ഗൈസ്. എല്ലാവരും ബാഗ് ചോദിക്കുന്ന എനിക്കറിയാം. ഈ ബാഗ് ഞാൻ ആരും ചോദിച്ചിട്ടില്ലല്ലോ. ചോദിക്കാ ഇത് അർബാനിക്കുന്നതാണ്. ആ കൂടി അത് മാത്രാണുള്ളത്. ഇത് കുന്നംകുളത്തിന്റെ എന്താ പറയാ, തട്ടിപ്പ് പ്രൊഡക്റ്റോ, തട്ടിപ്പ് പ്രൊഡക്റ്റ്. ഗൈസ്, നമ്മളിപ്പോ തട്ടേക്കാട് എന്ന സ്ഥലത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാഴ്ചകളൊന്നുമില്ല, എന്തൊട്ട് കൊരങ്ങന്മാരുടെ കുറെ കാണാനുണ്ട്. ഇനി അവിടെ പോയിട്ട് എന്തൊട്ടൊക്കെ കാണാനുള്ളതൊന്നും അറിയില്ല. അതൊക്കെ അവിടെ പോയിട്ട് കാണാം. ഇതിൽ മുതലേ ഉണ്ട് ഗൈസ്. അത് ചപ്പു പറയണതാട്ടാ. അവൾക്ക് ഇവിടെ വന്നിട്ട് ആണ്ടോ, നീ വന്നിട്ട് ഇങ്ങോട്ടിപ്പോ ഇതാരത് എത്തിയിരിക്കുകയാണ്. എവിടെ പച്ചക്കിളി? സലിമലി പക്ഷി നിരീക്ഷണ പാത. നോക്ക് മക്കളെ, നോക്ക്. ഇവിടെ മുണ്ടാൻ പാടില്ല ഗൈസ്, അത്ര ഉള്ളൂ. ഇവിടെ ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മളിവിടെ സംസാരിച്ച ഇവിടെ ആന ഇറങ്ങുന്നു പറയുന്നു. ഗൈസ്, നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറെ കിളിയുടെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും കാണാനില്ല. മലയണ്ണ പോസ്റ്ററിൽ കാണാണ്ട്, അല്ലാണ്ട് നമുക്കിവിടെ കുറെ മരങ്ങൾ മാത്രമാണ് കാണാൻ. സ്മെല്ലുണ്ട്, പക്ഷെ സാധനം കാണാനില്ല, മണം. ഇവിടെ ഇങ്ങനെ ഒരു വേലിയൊക്കെ കെട്ടിട്ടുണ്ട്. നമ്മുടെ ഡിനോസില്ലേ, മറ്റേ അതിന്റെ ഡിനോസറിന്റെ ഒരു ഫിലിമില്ലേ, അതില് ഡിനോസറിനുള്ള ബാധി കടക്കാതിരിക്കാൻ വേണ്ടിട്ട് കറണ്ട് വെച്ചിട്ട് അതുപോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തൊട്ട ഷോക്ക് അടിക്കുമെന്ന് ഒരു ഡൗട്ട് ഉണ്ട്. ഇസ്ര ധൈര്യമുള്ളോ തൊടാൻ? ഇവിടെ ഒരാള് ഇത് അറുത്ത് അടിക്കില്ല പറഞ്ഞു നോക്കിയേ. വൈദ്യുതി വേലി അപകടമാണ്, അപകടം. ആ പറയേ. വേണ്ടടി രണ്ടും നീ എന്നെ പറയണ പോലെ. ഇത് റബ്ബറാണ്, ഈ റൗണ്ട് കൊടുത്തിരിക്കുന്നത്. ഈ റബ്ബറിന്റെ ഉള്ളിൽ കൂടെയാണ് ഈ ലൈൻ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ പിന്നെ ആ റബ്ബറിന്റെ ഉള്ളിൽ കൂടെ എന്തായാലും ഇതിലേക്ക് ഇറത്തി വരില്ല ഈ കമ്പനിക്ക്. ഉണ്ടാവൂലേ? അപ്പൊ തൊടണ്ട നമുക്ക്. ഞാൻ കണ്ടുപിടിച്ചതാണ്. അവിടെ ഒരു ബോട്ട് ഉണ്ട്. അവിടെ ഈ അന്നക്കോണ്ട ഫിലിം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതിലുള്ള സ്ഥലം പോലെ ഉണ്ട്. അവിടെ മുതലുണ്ടെന്ന് പറഞ്ഞിട്ട് ചപ്പു പറഞ്ഞു. അവിടെ ഉണ്ടോയെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് പോവാം. അവരൊക്കെ പോയി. ഇവിടെ നമ്മൾ സംസാരിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പക്ഷികളൊന്നും കാണില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു ഫോട്ടോഗ്രാഫറിനെ കണ്ടു. പക്ഷെ ആള് എന്ത് പച്ചപ്രാവിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളിതാക്കിയതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഇവിടെ ആരുടെ വീഡിയോ എടുക്കണ്ട പറഞ്ഞു. അപ്പം ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. ഞാൻ വന്നിട്ട് പച്ചപ്രാവിനെ കണ്ടു. ഫോട്ടോയിൽ ഇട്ടാ
പിന്നെ എന്തൊക്കെയാണ് കോഴിവേഴാമ്പൽ കണ്ടു. പിന്നെ മറ്റു വലിയൊരു കൊക്കുള്ളൊരു അത് സാധനം അറിയില്ല, പക്ഷെ നമ്മൾ ഫോട്ടോയിലാണ് കണ്ടത്. ഇതിന് ഇവിടെ കാണാൻ പറ്റണമെങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ തോന്നുന്നില്ല. ഞങ്ങളിവിടെ ഭയങ്കര സൗണ്ടാണ്, നമുക്ക് നോക്കി നോക്കാം. ഞങ്ങൾ ഒരു ഷെറീനാന്ന് പറഞ്ഞ താത്ത ആണ് നല്ല സൗണ്ട് ബാഗിൽ നടന്നു വരുന്നുണ്ട് കേട്ടോ. നടന്ന് വയ്യാണ്ടായി, എന്നാലും നമുക്ക് പോവാല്ലേ. ഞങ്ങൾ മുകളിലേക്കൊന്നും നോക്കുന്നില്ല, ഞങ്ങൾ ഓരോ ചളികളൊക്കെ പറഞ്ഞിട്ട് പോകണം. നമ്മളെ എൻജോയ് ചെയ്തിട്ട് പോകുന്നുണ്ട് അല്ലേ. പക്ഷെ സാധനങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര മെല്ലെ സംസാരിക്കുന്നത്. അപ്പോൾ ഇനി വല്ലതും കണ്ടാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇല്ലെങ്കിൽ ബൈസ് ചെയ്യൂ ഗൈസ്. ഞങ്ങളുടെ ഒപ്പം വന്നവര് പറയും വയ്യ കുറച്ച് എന്താ പറയാ ചെറുപ്പക്കാരാണ്. അപ്പോൾ അവർക്ക് വയ്യ നടക്കാൻ. അപ്പം ഞങ്ങൾ റിട്ടേൺ തിരിച്ചു. ഇതുവരെ നടന്നു ഒന്നും കാണാനില്ല. കിളീനെ പോലും ഞാൻ അവിടെ കണ്ടിട്ടില്ല. കണ്ടെണ്ണം പറന്നു പോയി, നമുക്കറിയില്ല അത് ഏത് കിളിയാന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു എന്നൊന്നും കണ്ടിട്ടില്ല. കാക്ക, നമ്മുടെ അവിടുത്തെ പ്രാവൊക്കെ പറന്നു പോണ ഒരു കൗതുകത്തിലാണ് നമ്മളത് കണ്ടത്. നമുക്കിനി വേറെ സ്ഥലത്തിൽ പോകാം, അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വിചാരിക്കണം. മയിലിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബസ്സിൽ വരുമ്പോൾ. കണ്ടാ നീ? ഞാൻ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടാണ് അവൾ പറയുന്നത്. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ഈ സ്ഥലത്തേക്കാണ് വന്നത് കേട്ടോ. നമ്മളങ്ങനെ മീനും പാമ്പിനെയും മയിലിനൊക്കെ കാണാൻ വന്നേക്കാണ്. എവിടെയാ നോക്കാം. തവളേനെ കണ്ടു, ആമനെ കണ്ടു, രാജുവിനെ കാണാൻ പോവാം നമുക്ക്. രാജവെമ്പാലനെ കണ്ടു, ഗുഹയുടെ ഉള്ളിലാണ്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇല്ല, ബ്ലാക്ക് ഫോക്കസ് ആവണില്ല. അവിടെ ഉണ്ട് കേട്ടോ, ഞങ്ങൾക്ക് കാണാനുണ്ട് കണ്ണില്, ക്യാമറയിൽ കാണാൻ പറ്റില്ല, ഫോക്കസ് ആവണില്ല. ഉണ്ട്, പെരുമ്പാമ്പിനെയാണ് നമ്മൾ അടുത്ത് കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അയ്യോ സോറി, പെരുമ്പാമ്പ് കാണുന്നുണ്ടോ ഗൈസ്? ഇതിന്റെ പേരാണ് സുവർണ കിന്നരിക്കോഴി. അയ്യോ ഒരെണ്ണുള്ളൂ ഗൈസ്. ഇതിന്റെ പേര് എനിക്കറിയില്ല. അതിന് ഫുഡ് കൊടുക്കാണ്. ചട്ടീന്റെ പേരെന്താ? എന്തോ സിംഹപ്പൻസ അങ്ങനെ എന്താണ്ടാണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ എൻ്റെ കാലിന് എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്, നടക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. മയിലാണ്. അടുത്ത് അവിടെ ഒരു വലിയ മൂങ്ങയുടെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് പേര് ഇങ്ങോട്ട് പോയിണ്ടായിരുന്നു, പക്ഷെ അവരോടെ കാണാനില്ല ഗൈസ്. ഇവിടെ ഏറുമാടുണ്ട്, നമുക്ക് കയറാം. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പം ഇതില് ഇതാണ്, പാർക്കാണ്. അവിടെ 2 കൊച്ചുകുട്ടികൾ കളിക്കുന്നുണ്ട്. ഊഞ്ഞാലാടാൻ പോവാണ്. നീ എങ്ങോട്ടാടാ? ചീത്ത പറയാഞ്ഞത് വയ്യ. എന്തൊരു പേടിച്ച്. ഇതിനകത്ത ഏറുമാടത്തിൽ കയറിയിരിക്കുന്നു. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാട്ടാ. ഞങ്ങളിവിടെ കളിച്ചിട്ട് വരാം. കെട്ടിമറിഞ്ഞു വീഴാൻ എല്ലാവിധ ചാൻസ് ഉണ്ട്. ഗൈസ്, ഞാനൊരു ഊഞ്ഞാലും ഇരിക്കുകയാണ്. ഗൈസ്, എന്റെ ഫോൺ താഴ്ത്തു വീണു. അങ്ങനെ അതിന്റെ കാര്യത്തിൽ തീരുമാനമായി. കാണിച്ചു കൊടുക്ക. എനിക്ക് വിഷമൊന്നുമില്ല.
ഞാൻ സ്ഥലത്തൊന്നും ഇതൊക്കെ ചൊല്ലിയെന്ന് വെച്ചിട്ടാ. കയറാം, ഏറുമടത്തിൽ കയറാം ഗൈസ്. ഏറുമടത്തിൽ കയറാം. ഒന്നുകൂടി വാ. അതെ, എന്നാ ഞങ്ങൾ പോയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോവാണ്. ബിരിയാണിയാണ് കഴിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ബസ്സിലെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നൈറ്റിട്ട് ഫുഡ് മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നത്. പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് ബിരിയാണി അത്ര ഗൈസ്. നമ്മളപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്പോട്ടിലേക്ക് പോവാണ്. സ്പോട്ടിന്റെ പേര് അച്ചാറ് സൂപ്പർ ആയിരുന്നു. അതെനിക്ക് തോന്നണത് ബിരിയാണി രസമില്ലാത്തോണ്ട് അച്ചാറ് സൂപ്പർ ആയതാവില്ലേ? ഞാൻ എന്താ പറയാ വേണ്ടി നമ്മളിപ്പോ രണ്ടാമത്തെ സ്പോട്ടിലേക്ക് വന്നതാണ്. പാണിയേലിപ്പോര് അല്ല, പാണിയൽ പോര് അല്ലെ? പാണിയേലിപ്പോരിക്ക് വന്നേക്കാണ്. പോരാണ് ഗൈസ്. അപ്പൊ നമ്മള് ഇവിടെ എന്തിട്ടാണ് വെള്ളമുണ്ട്. ധന്യക്ക് ഇവിടെ ഹായ് കാണിക്കുന്നുണ്ട്. ധന്യേശ്വര ഉണ്ണിയാണ്. ചെടികളുണ്ട്, ധന്യക്ക് ഒരു ഉണ്ണിയും കൂടി ഇട്ടിട്ടാ. കടകളുണ്ട്, വണ്ടികളുണ്ട്, നായ്കളുണ്ട്. അപ്പൊ ഇവിടെ വെള്ളം ഉണ്ടെന്നാണ് പറയണത്. അതിനുശേഷം വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിട്ടാണ് ബാഗൊക്കെ ഇട്ട് ചെറിയനത്തുണ്ട്. അപ്പൊ നമ്മള് അവിടെ വെച്ചിട്ട് കാണാം. ഞാൻ എന്തൊക്കെ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, ഓർമ്മയില്ല. ഷെറീനാത്തൊക്കെ നടുല്ല ഗൈസ്. ഷെറീനാത്തൊക്കെ 4 മക്കളുണ്ട്. ഗൈസ് നമ്മളവിടെ സ്ഥലത്തേക്ക് എത്തണം കൂടി ഉള്ളു. അപ്പോഴേക്കും ഇവിടെ റീലെടുക്ക് പറഞ്ഞിട്ട് ഒരു സൂര്യം തന്നെ ഇല്ല. ആർക്കും ഇവിടെ റീലെടുക്കണ്ട്? ആർക്കും റീലെടുക്കണ്ട്? റീലെടുത്ത് കൊടുക്കാൻ ഞാൻ വേണം. എന്നിട്ടാണ് തല്ലി നമുക്ക് വാങ്ങിച്ചു തരൂല. 2 ഷവർമ കിട്ടാണ്ട് ഗൈസ്. വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഞാൻ മേടിച്ചു കൊടുക്കൂട്ടാ. നീ എന്നാ മേടിച്ചു കൊടുക്കാം? എന്ന് വാങ്ങിച്ചു തരും. എല്ലാം കൂടിയിട്ട് എനിക്ക് ഷവർമയുടെ എണ്ണം കൂടും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടേക്ക് കയറാട്ടാ. പോകുന്ന സമയത്ത് അപ്പുറത്തായി കുറെ പശുക്കളെ കാണുന്നുണ്ട്. കാട്ടുപശുവാണ് ഗൈസ് അത്. നമ്മള് പോവാണ് കുളിക്കാൻ. നമ്മള് പോവാണ്. ആരെ കൊണ്ട് പറയും? ഞങ്ങള് പോവാണ് കുളിക്കാൻ. നമ്മള് പോവാണ്. സൂര്യേഷികണ്ട് ചപ്പും ഇർപ്പും കൂടണ്ട്. ഞങ്ങൾ കുളിക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങള് രാവിലെ കുളിച്ചിട്ടൊക്കെ വന്നതാണ്. പക്ഷെ വെള്ളം കണ്ട ഇവളല്ല ഞാൻ കുളിച്ചിട്ടുടി. അത് മേല് കഴിഞ്ഞു. അപ്പൊ പിന്നെ നീ തല നനച്ചിട്ടുണ്ട്. ഇതൊന്നും ഇനി പറയാൻ പാടില്ല. അത് നമ്മള് കുളിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടി ഡ്രസ്സ് മാറിയതാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പഴയ ഡ്രസ്സ് കുളിക്കണ്ട. കാരണം ഇന്ന് സൂര്യ കുളിച്ചിട്ടില്ല ഗൈസ്. ഗൈസ് ഞാൻ കുളിച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ ആർമാദിക്കാന്ന് വെച്ചിട്ട് തന്നെ ട്രിപ്പ് എന്ന് പ്ലാൻ ചെയ്തോ ഒന്നും കുളിച്ചിട്ടില്ല. ഇവിടെ ഒരു തടാകം ഉണ്ട് പറഞ്ഞിട്ട് ഗൈസ് നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കാൻ പാടില്ല. നന്നായി കഴുകി പോണം. കണ്ടു കഴിഞ്ഞാൽ എല്ലാരും ചോദിക്കണം ഇതെന്ത് നമ്മുടെ സൂര്യൻ. ഇന്നിവിടെ പിന്നെ മീൻ പിടിക്കാൻ കുറെ ആൾക്കാരൊക്കെ വരും. വെറുതെ ഇങ്ങനെ കോരിട്ടാ മതി. അതന്നെ ഗൈസ് ഞാനിവിടെ പോവാണ്. ബൈ. നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കാൻ പാടില്ല കേട്ടോ. ശരി, നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം. ബൈ. നമ്മുടെ ഒപ്പം ഉള്ളവരൊന്നും കാണാനില്ല. നമ്മൾ ഡ്രസ്സ് മാറാൻ പോയപ്പോ എവിടെ പോയിട്ട് വെള്ളത്തിൽ ഇറങ്ങുമെന്നും മനസ്സിലാവണില്ല. അപ്പൊ നമ്മൾ ഏതൊക്കെ ഒരു വഴി കൂടെ ഒക്കെ പോവാണ്. കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
എവിടേക്ക് എത്തണത് അറിയണില്ല കേട്ടോ. അവർക്ക് എവിടെ പോയിക്കണാവോ. ഞങ്ങൾ വെള്ളത്തിലിറങ്ങാൻ പോവാണ്. കുറെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. സൂപ്പർ. വെള്ളം കളിയാണ് ഗൈസ്. ഗൈസ് അപ്പൊ നമ്മുടെ കുളി നീരാട്ടൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്തു. ഇപ്പോ ഇനി നമ്മളടുത്തത് ആന എന്തോ ആനയുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. പേര് നമുക്കറിയില്ല. സ്ഥലത്തിന്റെ പേര് അറിയാമായിരിക്കല്ലോ. ഓ കോടനാടിക്ക് പോവാണ്. ഓക്കെ ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് കാണാം. സുന്ദരിയില്ലേ പോവാം. റിസ്ക്കുണ്ടോ? നമുക്ക് ചില സാഹചര്യം മൂലം നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. ടൈമിൻ്റെ ഒരു ഇത് വന്നു. നമുക്ക് അവിടെ പോയിട്ട് കാര്യമില്ല. നമ്മൾ അവിടുന്ന് തിരിച്ചു. ഇപ്പം നമ്മൾ തൃശ്ശൂരെത്തി. ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാൻ ഇപ്രാവശ്യം നമ്മളൊരു ഹോട്ടലിലാണ് കയറുന്നത്. കാരണം ഇവിടുത്തെ ഫുഡ് ഇനി എങ്ങനെ ഉണ്ടാവും നമുക്കറിയില്ല. പിന്നെന്താ നമ്മൾ നേരത്തെ എത്തിയിട്ട് നമ്മൾ ചേച്ചി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ എത്തുന്നതാണ്. പക്ഷെ നമ്മൾ നേരത്തെ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. കുന്നമർത്താൻ ഫുഡ് കഴിച്ചിട്ട് എത്തുമ്പോൾ ഒരു 10:30 ആകുമ്പോഴേക്ക് എത്തുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് കാണിച്ചു തരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇന്ന് നമ്മൾ വ്ളോഗിൽ കണ്ട കുക്കുവിൻ്റെ അമ്മയാണ് കേട്ടോ. ഞാൻ ഉണ്ണീനായിട്ട് കുറേ ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു. കുക്കു ഉറങ്ങിയിട്ടില്ല. ജീവനുള്ള കോഴി. സെൽഫി എടുത്തിട്ട് നോക്കണം. ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. ഗൈസ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ ഈ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക